ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഒരു വേൾഡ് കപ്പ് ഉണ്ടാക്കിയപ്പം ഒരു നാറി വന്ന് കമന്റ് ചെയ്യുക അതെന്ത് ആനപ്പിണ്ടാണോന്ന്. എന്നാ ഈ ആനപ്പിണ്ട് ഞാൻ ഇന്ന് കളർ ചെയ്യാൻ പോകും. ഞാനാണെങ്കിൽ ഏതൊരു ഭാഗത്ത് നോക്കിയിട്ടും എനിക്കാണെങ്കിൽ ഒരു ആനപ്പിണ്ടത്തിന്റെ കണക്ക് തോന്നുന്നില്ല. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് വേൾഡ് കപ്പിന് അടിക്കാൻ പോകുന്ന കളർ തന്നെ ആദ്യം വൈറ്റ് ആണ്. കാരണം വൈറ്റ് കോട്ടിങ് അടിച്ചിട്ട് വേണം എല്ലാം സ്റ്റാർട്ട് ആക്കാൻ. ഞാൻ കുറെ നേരം മിക്സ് ചെയ്തിട്ടും എനിക്ക് വേണ്ട ഒരു യെല്ലോ കളർ കിട്ടിയില്ല. ലാസ്റ്റ് എനിക്ക് കിട്ടിയല്ലോ ഈ ഒരു യെല്ലോ കളറാണ്. പക്ഷെ ഇതെല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ വേണ്ടേ. പിന്നെ ഞാൻ വിചാരിച്ചു എന്താണ് ഈ കളർ കിട്ടാത്തത്. അപ്പലെ ചെറുതായിട്ടെങ്കിലും ഒരു കാര്യം കത്തി എന്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ ലൈറ്റ് ഒന്ന് ശ്രദ്ധിച്ച് ആ സെയിം ലൈറ്റ് വെച്ചോണ്ടാണ് എനിക്ക് ആ കളർ കിട്ടാത്തത്. ഇപ്പൊ ചെറുതായിട്ട് ആ കളറൊക്കെ കാണുന്നില്ലേ. ഇനി നമുക്ക് ചെറുതായിട്ട് അതിൽ കുറച്ച് ഡിസൈൻസ് വരച്ചു കൊടുക്കാം. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഭൂമിയാണെങ്കിലും അതിൽ വരഞ്ഞു വന്ന് വേറെ എന്തൊക്കെയോ ആണ്. അതൊന്നും നിങ്ങൾ വലിയ കാര്യമാക്കാൻ നിൽക്കണ്ട. കാരണം ഇത് വലിയ വേൾഡ് കപ്പ് ഒന്നല്ല, കുഞ്ഞു വേൾഡ് കപ്പ് അല്ലേ. മിനിയേച്ചർ വേൾഡ് കപ്പിന് ഇത്ര തന്നെ ധാരാളമാണ് എന്നാണ് എന്റെ വിശ്വാസം, എന്റെ മാത്രം വിശ്വാസം. പിന്നെ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞെങ്കിലും ഞാൻ എപ്പോൾ വേണം വേൾഡ് കപ്പ് ഒക്കെ ഉണ്ടാക്കും. ഇതാണ് നമ്മളെ വേൾഡ് കപ്പിന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.